ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. രാവിലത്തെ കാപ്പൂടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കത്തെ കറി എന്ത് വെക്കും, എന്താണ് തട്ടിക്കൂട്ടേണ്ടതെന്നുള്ളൊരു ചിന്തയായിരിക്കില്ല. ആ സമയമാണ് ഒരു കുറച്ച് മീൻ എടുക്കുന്ന കറി വെക്കാവുന്ന, കുറച്ചെന്ന് പറഞ്ഞാൽ 4-5 മീൻ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മീൻകറിയുടെ റെസിപ്പിയൊന്നും ആർക്കും കണ്ട് എന്നെ കാണണം അതിഗംഭീരമായിട്ട് മീൻകറി ഒരുപാട് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അകത്ത് മീൻകറി നിന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് വീഡിയോ ഉണ്ട് മീൻകറിയുടെ തന്നെയല്ലേ. ഞാൻ എൻ്റെ രീതിയിലായിട്ട് ഒരു മീൻകറി എങ്ങനെ വെക്കുന്ന ഒത്തിരി വീഡിയോ ഞാനും ഇട്ടിട്ടുണ്ട് മീൻകറിയുടെ തന്നെ കേട്ടോ. ഇത് കുഞ്ഞു ചട്ടി കാണുമ്പോൾ തന്നെ 3-4 അയലേ എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സാമ്പാർ വെച്ചിട്ടുണ്ടെന്നാൽ വേണ്ട, നമുക്ക് ഇച്ചിരി മീൻകറി പറ്റിക്കാമെന്ന് ഓർത്ത് എടുത്തതാണ്. അപ്പം അതുപോലെ ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് സവോളയൊക്കെയാണ് ഞാൻ വഴറ്റിയെടുത്ത്. പിന്നെ അതിലേക്ക് ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ മീൻ മസാലപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ശക്കല ഉലുവാപ്പൊടിയും കൂടെയാണ് ഇട്ടേക്കുന്നത്. ഉലുവായും അതേപോലെ തന്നെ കടുകും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലേ ഉള്ളൂ പെട്ടെന്നൊക്കെ എന്തൊരു മീൻകറി വെക്കണം എന്നുണ്ടെങ്കിൽ ആ പൊടിയൊക്കെ ഇച്ചിരി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ എണ്ണ നല്ലവണ്ണം തെളിയണം. ഉപ്പും പുളിയും ഇട്ടതിന് ശേഷം എണ്ണ തെളിയുന്നവരെയും നമ്മളിതൊന്ന് പറ്റിക്കും കേട്ടോ. എന്നിട്ട് വീണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടാണ് പുളിയും ഉപ്പൊക്കെ പിടിച്ചോന്ന് അത് നല്ലോണം ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ കഷ്ണം കഴുകിയിടുന്നത്. ഞാനൊക്കെ ഓർക്കാറുണ്ട്, ഒരു പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ എന്നും കൂടെ മക്കളുണ്ടാകും എന്നുള്ള ചിന്തയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ആരൊക്കെ കൂടെ ഉണ്ടാകുന്നു, ആര് ലാസ്റ്റ് വരെ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്തിൻ്റെ പോക്ക് അങ്ങനെയാണ്. ഒരുപാട് വിശ്വസ്തരായിരിക്കും നമ്മളെ കൂടെ നിന്ന് ചതിക്കുന്നത്. ഞാൻ കൂടുതൽ വെളിയിൽ നിന്നുള്ള ആരും ഒന്നും ചതിക്കാനുണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. എനിക്ക് വെളിയിലുള്ളവരെ കുറിച്ച് പറയാനും വീട്ടിനകത്ത് വേറൊന്നുമില്ല. ഞാൻ 3 മക്കളെ നല്ല പൊന്നുപോലെ അവർ വാപ്പയില്ലാതെ വളർത്തിക്കൊണ്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും ഇല്ലായ്മകളും നമുക്ക് എന്തെല്ലാം ഉണ്ട് ഏതെല്ലാം ഇല്ല എന്നുള്ള അറിഞ്ഞ് വളർത്തിക്കൊണ്ട് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നമ്മളെ ഒന്നുമല്ലാത്ത രീതിയിൽ നമ്മളിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പം നമുക്കുണ്ടാകുന്ന ഒരു വേദനയല്ലാതെ എന്താണെന്ന് എനിക്കറിയില്ല. ഉപ്പയും ഉമ്മയും ഭർത്താവും മരിച്ചിട്ട് പോലും നമുക്ക് പിടിച്ചു നിൽക്കണം. അവിടെ കരയാതെ നിന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കരഞ്ഞ് കലങ്ങിക്കഴിഞ്ഞ് ഒന്നുമില്ലാന്നോ ഇല്ലെങ്കിൽ ആരുമില്ല എന്നുള്ളൊരു സങ്കടം മക്കളെ കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് വേറെ ഒരിടവും പോകാനും ഇല്ല. വേറൊരു നമ്മളെപ്പോലെ ഒരു ധൈര്യമായിട്ട് ഒരു കൈ പിടിക്കാൻ പറ്റിയൊരു കൈ അവർക്കില്ല ജീവിതത്തിൽ. ആരെല്ലാം 1000 ബന്ധുമിത്രാദികളുണ്ടെന്ന് പറഞ്ഞാലും അതേപോലെ ഉപ്പടനിയന്മാർ ഇല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാലും എന്നോളം വരികയില്ല ഒന്നും. പക്ഷേ അതൊന്നും അവർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാവുന്ന ഒരു സമയം വരും. പഠിത്തവും എല്ലാം എല്ലാവരും ഉണ്ടായിട്ടും അവർക്ക് ആരുമില്ലാത്തൊരു ജീവിതം പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒരുപാട് പഠിച്ചും പറത്തിയും ഉപദേശിച്ചിട്ടും ഒന്നും കാത് കേൾക്കാത്ത അത് നമ്മളെന്ത് പറയുന്നു അത് അംഗീകരിക്കാത്തത് പിന്നീട് അതവർക്ക് മനസ്സിലാവും. കൂടപ്പുറപ്പുകളും അല്ലെങ്കിൽ ബന്ധുമിത്രാദി നമ്മൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ടുള്ളൊരു ജീവിതം അവൾ ആഗ്രഹിച്ച് ഒന്നും പ്രത്യേകിച്ച് ഇത്രയും, അതായത് മാതാപിതാക്കളെയും കൂടപ്പുറപ്പുകളെയും ഉപേക്ഷിച്ചിട്ട് ജീവിക്കാൻ പറ്റി ഒരാളെയും അല്ല അവൾ കണ്ടെത്തിയത് ജീവിതത്തിൽ. ഒരിക്കലും ഒരാളും ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കിട്ടി. നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നല്ല എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ മീൻകറി ഓഫാക്കാം. നമ്മുടെ മനസ്സ് കേൾക്കാതെ അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യവും പലപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ആരൊക്കെ എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞിട്ടെന്ന് പറയുമ്പോഴും ഇല്ല, അവർക്ക് കുറച്ചുകൂടെ ഒരു സമയം കൊടുക്കാം, അവൾ തിരിച്ച് വരുവാണെങ്കിൽ വരട്ടെ എന്ന് പല രീതിയിലും ഞാൻ ഉപദേശിച്ചു. പല സാഹചര്യങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുത്ത് ഇറങ്ങി വരാം. പക്ഷെ അതൊന്നും അവൾ കൈക്കൊള്ളുന്ന മനഃപൂർവ്വം വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല, അവൾക്ക് അവളുടേതായ വഴി അവൾ തിരഞ്ഞെടുക്കും.
അവൾ തിരിച്ച് ചെയ്യണമെന്ന് അതിന് പിന്നാലെ വരുന്ന ഓരോ സുഹൃത്തുക്കളും